ശ്രീ വായൂർ സോമൻ 15ാം കേരള നിയമസഭയിൽ പീരുമേടിന് പ്രതികരിക്കുന്ന നിയമസഭാംഗം മുതിർന്ന CPI നേതാവുമായിരുന്നു വായൂർ സോമൻ. 2025 ഓഗസ്റ്റ് 21 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന റവന്യൂ വകുപ്പിൻ്റെ ഇടുക്കി ജില്ലാതല യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങവെ കുഴഞ്ഞു വീണ് അന്ത്യം സംഭവിക്കുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ വായൂരിൽ കുഞ്ഞു പാപ്പാൻ്റെയും പാർവതിയുടെയും മകനായി 1952 സെപ്റ്റംബർ 14 ജനിച്ച അദ്ദേഹം കർമ്മമണ്ഡലമായി തെരഞ്ഞെടുത്തത് ഇടുക്കിയിലെ പീരുമേടായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വായൂർ സോമൻ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ASFലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായി. AITUCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ദേശീയ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു. തോട്ടം തൊഴിലാളിയുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ അദ്ദേഹം അവരുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള നേതാവായി വളർന്നു. 2015 മുതൽ 2010 വരെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും 2016 മുതൽ 2021 വരെ കേരള സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷൻ ചെയർമാനായും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. തോട്ടം തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും എത്തിക്കാൻ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. തൊഴിലാളികളുമായി അനായാസം സംവദിക്കുന്നതിനായി തമിഴ് ഭാഷയിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹത്തിൻ്റെ ജനകീയത വർദ്ധിപ്പിച്ചു. കുടിയേറ്റ മേഖലയിലെ പട്ടികപ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും നിരന്തരമായി പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവായിരുന്നു അദ്ദേഹം. ലളിതമായ ജീവിതശൈലിയും സൗമ്യമായ പെരുമാറ്റത്തിനുടമയുമായിരുന്നു. നിയമസഭാംഗം നിലയിൽ തൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ശക്തമായി ഇടപെട്ടിരുന്നു. അദ്ദേഹം ജനപ്രതിനിധികൾക്ക് മാതൃകയാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചും തൊഴിലാളി വർഗത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചും പോരാടിയ ഒരു ജനകീയ നേതാവിനാണ് നമുക്ക് നഷ്ടമായത്. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ്.